ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി കാണട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ എന്താ മെയിൻ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചും ഷീറ്റും കൂടി ആകുമ്പോൾ ഇനി പറയേണ്ട അവസ്ഥയില്ലല്ലോ. അപ്പോൾ ഷീറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആകെ വെന്തുരുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നോമ്പും ഒക്കെ കൂടിയായി ആകെ ഇടങ്ങേറായി എന്ന് പറയാം കേട്ടോ. വൈകുന്നേരം നോമ്പ് തുറക്കണ വരെ എങ്ങനെ എത്തിക്കുന്നു എന്നറിയുള്ളൂ കേട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. വെറും വെള്ളം കുടിക്കാൻ മാത്രം നമുക്ക് തോന്നുന്നുള്ളൂ. പിന്നെ ഇന്നലെയൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് തന്നെ. ആദ്യം നോമ്പ് തുറന്നു, പിന്നെ ഭക്ഷണം കഴിച്ചതൊക്കെ 9 മണീൻ്റെ ശേഷം കേട്ടോ. എന്നുവെച്ചാൽ അത്രയ്ക്ക് നമുക്ക് പറ്റണില്ല. വെള്ളം കുടിച്ച് വന്ന് അപ്പം തന്നെ നമുക്ക് കെടുക്കാനാണ് തോന്നുന്നത്. ഒന്നാമത് ചൂട് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കാലത്ത് ഉണ്ണികൾക്ക് ഞാനിപ്പോൾ ഒന്ന് നമ്മുടെ അമൃതം പൊടിയുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചായ മാത്രം കൊടുത്താൽ മതി, കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി എടുക്കണതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്ന് പോയി കേട്ടോ. അധികം നേരമൊന്നും പോയൊന്നുമില്ല കേട്ടോ, കുറച്ച് നേരം. അപ്പം തന്നെ കറണ്ട് വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് ഒരുമിച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും ഇത് കറണ്ടൊക്കെ വന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇത് പുട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതാക്കിന് ഉണ്ണികൾക്ക് വേഗം ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം പണികളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരികയല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് കുറേശ്ശെ ആയിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ ഒതുക്കി വരുന്നുണ്ട്. നനച്ചുളിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണികളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ എന്തോരം ഒതുക്കിയാലും വീണ്ടും വലിച്ച് വാരിയിടുമല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളില്ലാത്ത സമയമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഉണ്ണികൾക്ക് ഇനിയിപ്പോൾ ചായയൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികളുടെ ഡ്രസ്സ് തന്നെ വേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഷീറ്റിൻ്റെ മുകളിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടാമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഷീറ്റിൻ്റെ മുകളിലാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ മതിലിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ പറ വീണിട്ടുണ്ടായിരുന്നൊക്കെ എടുത്തു. ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ മതിലുമ്മലും ഷീറ്റിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാത്ത് ഹൗസാണെങ്കിൽ എൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ടക്കറിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം മുട്ടക്കറിയുടെ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി എന്താ ഇടാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കാണാത്തവരും കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് വെള്ളയപ്പം എടുക്കാറ് കേട്ടോ. അപ്പോൾ ആദ്യം അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയിലേക്ക് ഞാൻ കുറച്ച് നാളികേരവും പിന്നെ പഞ്ചസാരയും കുറച്ച് ഈസ്റ്റും പിന്നെ ഒരു കൈപ്പത്തി മാത്രം ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്റ്റേജായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പും ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള കാരണം കൊണ്ട് തന്നെ വേഗം തന്നെ മാവ് നല്ലപോലെ പൊന്തി വരും കേട്ടോ. നമ്മളിപ്പോൾ വൈകുന്നേരം അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ പൊന്തും. ഇപ്പോൾ പകൽ സമയത്തായാലും ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് അരയ്ക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടും കേട്ടോ. നല്ലപോലെ പൊന്തുക മാത്രമല്ല നല്ല പതയം ഉണ്ടാവും കേട്ടോ. പതഞ്ഞ് വരും ചെയ്യും കേട്ടോ നല്ല രീതിയിൽ. പേസ്റ്റൊക്കെ ഞാൻ കുറച്ച് ചേർത്തോളൂ. ആ മിക്സൊക്കെ നമുക്ക് രണ്ടും നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചത് പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, സ്റ്റോറേജ് ഫുള്ളായിട്ട് അത് കാലത്തിടേണ്ട വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. അത് കാരണം കൊണ്ട് സ്റ്റോറേജ് ഇതായിട്ട് ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തു വീഡിയോസൊക്കെ. എന്നിട്ടൊന്നും വീഡിയോ എനിക്ക് സേവ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് നേരം വൈകിയത് കേട്ടോ. അപ്പോൾ കാലത്തിടേണ്ട വീഡിയോ ഇപ്പോൾ ഈ സമയമായി. നമ്മൾ വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മുടെ വോയിസ് കൊടുക്കാനുള്ള, അപ്പോൾ ആ സമയത്ത് വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വോയിസൊക്കെ കൊടുത്തു. പക്ഷേ എനിക്ക് ഇത് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും കട്ട് ചെയ്ത് ഒന്നും കൂടി ഷോർട്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. വല്ല ലോങ് വീഡിയോ ആയിരുന്നു, അപ്പോൾ ഒന്ന് ഷോർട്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ ഒന്ന് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേതൊന്നും ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ തീയിലാക്കി വെക്കരുത്. ചട്ടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവുകയും ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് നമ്മുടെ വെള്ളയപ്പത്തിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലേക്കാണ് തയ്യാറാക്കി എടുക്കാറ്.
അപ്പോൾ വേറെ രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും റെഡിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.